യുദ്ധം അനന്തമായി നീണ്ടുപോകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്ന യുദ്ധം ഉടൻ തീരുമെന്നാണ്. ഇറാൻ ഭരണകൂടം ദുർബലമായി കഴിഞ്ഞുവെന്നാണ് നെതന്യാഹുവിൻ്റെ അവകാശവാദം. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ ഭരണമാറ്റം സാധ്യമാക്കുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. മധ്യ പൂർവേഷ്യയിൽ സംഘർഷം വ്യാപിക്കുന്നുവെന്നാണ് വിവരം. ദുബായിലെ ഓസ്ട്രേലിയൻ സൈനിക താവളത്തിനും റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തി. അതേസമയം യുദ്ധം അനന്തമായി നീണ്ടുപോകില്ലെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. വിവരങ്ങളുമായി പി ജെയിംസ് നമുക്കൊപ്പം വീണ്ടും ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. പി വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർ അപ്ഡേറ്റ്സ് എന്താണ്? ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അതുപോലെ തന്നെ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ഒരു വൻ വേവ് ഓഫ് അറ്റാക്ക് ഇറാനിലേക്ക് വരുന്നു എന്നുള്ള രീതിയിൽ, കമ്മിങ് സൂൺ എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് ട്രംപ് പറഞ്ഞിരിക്കുന്നു, സൗദിയുടെ റിയാദിലെ എംബസി ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഞങ്ങൾ വൻ ആക്രമണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഈ തരത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറുകളിൽ ഇറാനിൽ വലിയ ആക്രമണം അമേരിക്കയുടെ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പശ്ചിമേഷ്യ കൂടുതൽ രക്തക്കളമാവുന്നു. ഇറാനിൽ ഇതുവരെ എല്ലാ മാധ്യമങ്ങളും 555 റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 700 കടന്നിരിക്കുന്നു. ഒരുപക്ഷെ അനൌദ്യോഗിക കണക്കനുസരിച്ച് 1000-ലേറെ പേർ ഇറാനിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 12 ദിവസം ജൂൺ 2025 ഏറ്റുമുട്ടലുണ്ടായപ്പോൾ കൊല്ലപ്പെട്ടത് 1000-ലേറെ ആയിരുന്നു. പക്ഷേ ഇത് 4-ാം ദിവസം എത്തുമ്പോൾ തന്നെ മരണസംഖ്യ 1000-ലേക്ക് എത്തുന്ന അവസ്ഥയാണുള്ളത്. എന്ന് മാത്രമല്ല, അവിടുത്തെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ മുഴുവൻ, അത് നിർമ്മിക്കുന്ന കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്ത് കളയുമെന്നാണ് ട്രംപ് പറയുന്നത്. കാരണം ട്രംപിന് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും പറക്കുന്ന 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളാണ്, ഒപ്പം തന്നെ ഡ്രോണുകളും. ഓർക്കുന്നുണ്ടാവും, ഉക്രൈനെതിരെ റഷ്യ പ്രയോഗിച്ച 10,000 കണക്കിന് ഡ്രോണുകൾ അത് നിർമ്മിച്ചത് ഇറാനിലെ പ്ലാന്റുകളിലായിരുന്നു. അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ടെത്തി ഇറാന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയിൽ നിന്നാണ് ഈ ഡ്രോണുകൾ വാങ്ങിയത്. അപ്പോൾ ഈ ഡ്രോണുകളുടെ ഒരു ദൃശ്യങ്ങൾ പ്രൊപ്പഗണ്ട വീഡിയോ ആയി ഇറാൻ ഇന്നലെ മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ഡ്രോണുകളാണ് ഇവരുടെ തുരങ്കങ്ങളിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആയുധങ്ങൾ തീർന്നാലും ഈ ഡ്രോണുകളായിരിക്കും ഒരു പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ അവരുപയോഗിക്കുന്ന മാർഗം. എന്ന് മാത്രമല്ല, ഇറാനിൽ തീവ്രവാദ സ്വഭാവമുള്ള, തീവ്രവാദികളെന്ന് പറയുന്നില്ല, തീവ്ര നിലപാടുകളുള്ള നേതൃത്വം അത് ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. നേരത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയെ പോലുള്ളവർ സമാധാനത്തെക്കുറിച്ചും മധ്യസ്ഥതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തെങ്കിലും പിന്നീട് അവിടുത്തെ അലി ലാരി ജാനിയുടെ നേതൃത്വത്തിൽ റവല്യൂഷണറി ഗാർഡ്സ് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചു. അവിടെ കാവൽ നിൽക്കുന്നത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് ആണ്. അവർ ടെററൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. കപ്പലുകൾ ഇവിടെ വന്നാൽ കത്തിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കപ്പലുകൾക്കൊക്കെ വലിയ വിലയാണ്. അതൊന്നും കൊണ്ട് ആരും ധൈര്യത്തിൽ അവിടെ പോകില്ല, വഴിമാറി പോയേണ്ടി വരും. അത് തന്നെ എണ്ണവില കൂട്ടാൻ കാരണമാവും. കടലിടുക്കിലൂടെ കടന്നു വരുന്നത് 20% എണ്ണയാണ്. ഇപ്പോൾ തന്നെ ബാരലിന് 80-90 എന്ന രീതിയിലേക്ക് ഇത് ഉയരുകയാണ്. 100 കടക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സൗദിയുടെ അരാംകോയിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് റിഫൈനറി അടച്ചതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം, ചൈനയും റഷ്യയും എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്? റഷ്യ ഉക്രൈൻ യുദ്ധത്തിലായതുകൊണ്ട് ഒരു പരിധി വിട്ട് പ്രതികരിക്കുന്നില്ല. പക്ഷേ ചൈനയെ വളരെ ഇതോടുകൂടി കാണേണ്ടിയിരിക്കുന്നു. ചൈന നേരിട്ടായിരിക്കില്ല. ചൈന ഇറാൻ ഒരുപാട് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ആയുധം CM-302 എന്ന വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ പോലും തകർക്കാൻ കഴിയുന്ന സൂപ്പർ സോണിക് മിസൈലാണ്. അത് കൊടുക്കാൻ ധാരണയായിരിക്കുന്നു. അത് സൂപ്പർ സോണിക് എന്ന് പറയുമ്പോൾ തന്നെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ പോകുന്നതാണ്. അവർ പറഞ്ഞിരിക്കുന്നത് 4-5 സെക്കൻഡ് കൊണ്ട് ഒരു കപ്പലിനെ അത് അടിക്കാൻ പറ്റും. അമേരിക്കയ്ക്ക് അതിനെ തടയാനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതുവരെ ഒരു യുദ്ധത്തിലും അത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ചൈനയുടെ ഈ ആയുധങ്ങളുമായി ഇറാൻ അമേരിക്കയുടെ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളെ ആക്രമിക്കുമോ എന്നാണ് അറിയാനുള്ളത്. പ്രത്യേകിച്ച് 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളാണ് ഇറാന്റെ തീരത്തും ഇസ്രായേലിന്റെ തീരത്തുമായിട്ടുള്ളത്. USS ആബ്രഹാം ലിങ്കണിൽ 90 യുദ്ധവിമാനങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും വലിയ അറ്റാക്ക് ഇറാനിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ടോമഹോക്ക് മിസൈലുകളാണ്. അത് അയത്തുള്ള അലി ഖൊമനിയെ അടക്കം
കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഈ ടോമഹോക്ക് മിസൈലുകളും ഇസ്രായേലിലെ യുദ്ധവിമാനങ്ങൾ ഇട്ട ബോംബുകളുണ്ട്. 30 ബോംബുകളാണ് അവിടെ കൊണ്ടുവന്ന് വർഷിച്ചത്. അപ്പോൾ അതിലവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഇറാന്റെ നേതാവ് പറഞ്ഞത്, പരമോന്നത നേതാവ് പറഞ്ഞത്, ഞങ്ങൾ വിമാനവാഹിനി കപ്പലുകളുമായി നിങ്ങൾ വന്നാൽ അതിനെ തകർക്കാനുള്ള ആയുധം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് മരിക്കുന്നതിന് മുമ്പ്, കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് അക്കാര്യത്തിൽ പേടിയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, SKN ട്രംപ് ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, എന്തായാലും കരയുദ്ധത്തിലേക്ക് കരസേനയെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നലെ അവരുടെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത്, വേണ്ടി വന്നാൽ കരയുദ്ധത്തിന് തയ്യാറാവും, അവർ ബൂട്ട്സ് വിൽ ബി ഓൺ ഇറാൻ എന്ന് പറഞ്ഞു. പക്ഷേ ബൂട്ടിട്ട് ഏതായാലും ഇറങ്ങാൻ പറ്റില്ല. അവിടെ 6,60,000 സൈന്യമുണ്ട്. അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ 40,000 സൈന്യമുള്ളൂ. ഇസ്രായേലും കൂടി ഇറങ്ങിയാൽ അത്ര വരില്ല. ഏതായാലും അവിടെ മരണസംഖ്യ വലിയ രീതിയിൽ കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിയറ്റ്നാമിലൊക്കെ അമേരിക്ക അത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് അമേരിക്ക ഇതിന് വരില്ല. ഒരു കാര്യം കൂടി ഉള്ളത്, SKN ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗമായ ആക്രമണത്തിൽ പങ്കെടുക്കില്ല. ഇവിടെ ഇറാനിൽ കരയുദ്ധം നടത്താതെ ആ രാജ്യത്തെ പിടിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഇപ്പോൾ യുദ്ധം തീരാൻ പോകുന്നില്ല. അപ്പം തീരാത്തതിന് കാരണം കരയുദ്ധം നടത്തി വേണം അവിടെ വിജയിക്കാൻ. കരയുദ്ധം നടത്തി ഇറാനെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല. ഇതൊരു വേൾഡ് യുദ്ധത്തിലേക്ക്, 2ാം ലോക മഹായുദ്ധത്തിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.